കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്. മുഖ്യമന്ത്രി ഒരു ഭക്ഷണം കഴിക്കാൻ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോവുമല്ലോ. ഞങ്ങൾ തമ്മിൽ എന്തായാലും സ്വത്ത് തർക്കം വല്ലതുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ പാർലമെൻറ്റിലെ പെർഫോമൻസ് പരിശോധിച്ചാൽ ഏറ്റവും ശക്തമായിട്ട് BJP എതിർത്ത് സഭയ്ക്കകത്ത് പ്രസംഗിച്ച ആളാണ് ശ്രീ NK പ്രേമേന്ദ്രൻ. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ, സഭയുടെ റെക്കോർഡ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഏറ്റവും കൂടുതൽ ഭേദഗതികൾ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ നിയമങ്ങൾക്കെതിരെ ശക്തമായി ഭേദഗതികൾ സഭയിൽ അവതരിപ്പിച്ച അദ്ദേഹമാണ്. ഏതാണ്ട് 1000-ൽ കൂടുതൽ ഭേദഗതികൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കേന്ദ്ര സർക്കാർ തള്ളുകയാണുണ്ടായത്. അത്രയും BJPക്കെതിരെ സഭയ്ക്കകത്തും പുറത്തും പോരാടുന്ന ഒരാളാണ് ശ്രീ NK പ്രേമേന്ദ്രൻ. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വൈറ്റ് പേപ്പറിൽ ശക്തമായിട്ട് എതിർത്ത് സഭയിൽ സംസാരിച്ചു അദ്ദേഹം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള പ്രേമേന്ദ്രനെ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ UDF ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. സ്വന്തം അന്തർധാര മറച്ചു വയ്ക്കാൻ ഇതുപോലുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാപ്പരത്വത്തിൻ്റെ ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. ആദ്യമായിട്ടാണ് MP-മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് 18 നിയോജകമണ്ഡലങ്ങളിൽ കാസറ്റുകളും മറ്റും ഇറക്കാൻ CPM തീരുമാനിച്ചിട്ടുള്ളത്. ഇതെല്ലാം പരാജയ ഭീതിയിൽ നിന്ന് ഉടലെടുത്താണ് സ്വന്തം അന്തർധാര മറച്ചു വയ്ക്കാൻ നടത്തുന്ന ശ്രമമാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ അഭിപ്രായത്തിനോടും പാർട്ടി യോജിക്കുന്നില്ല. മാത്രമല്ല, സീറ്റ് വിഭജന കാര്യത്തിൽ തന്നെ RSPയുടെ കാര്യത്തിൽ UDFൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. തീർച്ചയായും നാളെ മുഖ്യമന്ത്രി ഒരു ഭക്ഷണം കഴിക്കാൻ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോവുമല്ലോ. ഞങ്ങൾ തമ്മിൽ എന്തായാലും സ്വത്ത് തർക്കം വല്ലതുമുണ്ടോ? രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ പങ്കെടുത്തതിൽ ഒരു തെറ്റ് ഞങ്ങൾ കാണുന്നില്ല. അത് ഒരു അന്തർധാരയുടെയും ഭാഗമല്ല. എളമന കരീം രാജ്യസഭയിൽ BJPക്കെതിരെ പ്രസംഗിച്ചതിനേക്കാൾ ശക്തമായി പ്രേമേന്ദ്രൻ ലോക്സഭയിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അന്തർധാരയ്ക്ക് അദ്ദേഹം കൂട്ടുനിൽക്കില്ല. ഇടതുപക്ഷത്തിന് കേരളത്തിലെ 20 MP-മാരും ഇന്ത്യ സഖ്യത്തിൻ്റേതായിരിക്കുമെന്ന് മിനിഞ്ഞാന്ന് വരെ പാർലമെൻറ്റിൽ പ്രസംഗിച്ച ആളാണ് പ്രേമേന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി സംഖ്യയാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കും. അതെ, അത് ഞാൻ പറയാം. വ്യക്തിപരമായി ഭക്ഷണത്തിന് ആര് വിളിച്ചാലും സാധാരണ രാഷ്ട്രീയക്കാർ പരസ്പരം പങ്കെടുക്കും. മോഡിയുടെ ഒരു നയത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് വെച്ച് പേഴ്സണലായിട്ടൊന്നും ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഇല്ലാതാവുന്ന ഒന്നുമല്ല ഈ രാജ്യത്തിൻ്റെ മതേതരത്വം. എന്താണെങ്കിലും ശരി, വ്യക്തിപരമായി ആര് പേഴ്സണൽ കാര്യങ്ങൾക്ക് ക്ഷണിച്ചാലും അതിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റില്ല എന്നാണ് ഇതുവരെയുള്ള രാഷ്ട്രീയ രംഗത്തെ ഒരു കീഴ്വഴക്കം. സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. അതിന് വേറെ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. അതെല്ലാം ഞങ്ങൾ 14-ാം തീയതി തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാലോ, ശക്തി അറിയാലോ. അതുകൊണ്ട് തന്നെ ഉഭയകക്ഷി ചർച്ചയിലൂടെ അവരുടെ പ്രശ്നം പരിഹരിക്കും. നമുക്ക് ആലോചിച്ച് എല്ലാ ഭാഗത്തുനിന്നും പരസ്പര വിട്ടുവീഴ്ചയോടുകൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ചയാണെങ്കിൽ ഞങ്ങൾ ചെയ്യും. ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു BJPയാണ്. അപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ, ഇവിടെയും ശത്രുവാണ്. CPM-ഉം ഇവിടെ പ്രത്യേകമായിട്ടുള്ള ശത്രുവാണ് CPM-ഉമായിട്ട്. കാരണം തമിഴ്നാട്ടിൽ ശത്രുതയില്ല, ബംഗാളിലില്ല, മറ്റെവിടെയില്ല. ഇവിടെ ശത്രുതയുണ്ട് CPM-ഉമായിട്ട്. കാരണം അവരെ BJPയുടെ B ടീമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ അഖിലേന്ത്യാ തലം, കേരളം ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുടെ ശത്രു BJPയാണ്. ഇന്ത്യയിൽ BJPക്കെതിരെ, കേരളത്തിൽ BJPയോടൊപ്പം CPM-നെതിരെ. അപ്പോൾ ആ ലൈൻ വളരെ ക്ലിയറാണ്, ഒരു സംശയക്കാരുമില്ല. പിന്നെ ഇന്നലത്തെ ചർച്ചയിൽ കേരളത്തിലെ അംഗങ്ങൾ മുഴുവൻ ബോയ്ക്കോട്ട് ചെയ്തു. ഇന്നലത്തെ ഞങ്ങളുടെ ചർച്ച
ഈ അയോധ്യ വിഷയത്തിൽ അത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നവരെ ഞങ്ങൾ ഇന്നലെയാണ് അറിഞ്ഞത്. അപ്പോൾ കോൺഗ്രസും NCPയും നാഷണൽ കോൺഫറൻസും പറഞ്ഞത് നമ്മുടെ അഭിപ്രായങ്ങൾ അവിടെ പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ഞങ്ങൾ 5 MP മാരുണ്ടായിരുന്നു. ചർച്ച തുടങ്ങിയാണ് ഞങ്ങൾ 5 പേരും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ബോയ്ക്കൗട്ട് ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നൽകുന്നു അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം.